ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ രണ്ടാം ദിനം എൻഡ് ചെയ്യുമ്പോൾ വിദർഭ ഉയർത്തിയ 379 ടോട്ടൽ ചേസ് ചെയ്യുന്നതിനിടെ കേരളത്തിന് 131 നിൽക്കുമ്പോൾ 3 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ട്. അക്ഷയ് ചന്ദ്രൻ, റോഹനസ് കുന്നുമേൽ, അതോടൊപ്പം തന്നെ ഇമ്രാൻ എന്നിവരുടെ 3 വിക്കറ്റുകളാണ് കേരളത്തിന് നഷ്ടമായത്. ഒരുപക്ഷെ കോച്ചിങ് സ്റ്റാഫ് ഇങ്ങനെ, അതായത് നമ്മുടെ സർവാത്തയായിരിക്കും കേരളത്തിന്റെ വിദർഭയുമായിട്ടുള്ള ഫൈനൽ മത്സരത്തിലെ മെയിൻ വെപ്പൺ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സർവാത്തെ അടിപൊളിയായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സർവാത്തെ സച്ചിൻ ബേബി കൂട്ടുകെട്ടാണ് നിലവിൽ ക്രീസിലുള്ളത്. പക്ഷേ അഹമ്മദ് ഇമ്രാനും സർവാത്തെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് ഭയങ്കര രീതിയിൽ കേരളത്തിന് വേണ്ടി വർക്കൗട്ട് ചെയ്തു. 120 ബോളിൽ നിന്ന് 66 റൺസ് സ്കോർ ചെയ്താണ് സർവാത്തെ ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. 83 ബോളിൽ നിന്ന് 37 റൺസ് സ്കോർ ചെയ്താണ് അഹമ്മദ് ഇമ്രാൻ പുറത്താകുന്നത്. യാഷ് താക്കൂറിനെതിരെ ഒരു പുൾ ഷോട്ട് എടുക്കുന്ന സമയത്താണ് ഇമ്രാൻ അവിടെ ഔട്ടാകുന്നത്. ഇതിന് മുമ്പ് സർവാത്തയുടെ വിക്കറ്റ് അവിടെ ഒന്ന് വീണതാണ്. പക്ഷേ അത് വിക്കറ്റ് കീപ്പർ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ ലെഗിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ഗ്ലൗസിൽ തട്ടി വിക്കറ്റ് കീപ്പർ ക്യാച്ച് ചെയ്തു. പക്ഷേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഗ്ലൗസിൽ തട്ടിയെന്ന്. അതോടൊപ്പം തന്നെ ഇമ്രാൻ ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഇമ്രാൻ സാധിച്ചു. ആദ്യത്തെ സർവാത്ത് ഇമ്രാൻ കൂട്ടുകെട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇമ്രാൻ്റെ വിക്കറ്റ് വീഴുന്നത്. എന്നിരുന്നാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സച്ചിൻ ബേബി നിലവിൽ ക്രീസിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാം ദിനം എൻഡ് ചെയ്യുമ്പോൾ കേരളം ഒരു സ്ട്രോങ് പൊസിഷനിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഇപ്പോൾ ഡേ 2 കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡ് ഉയർത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുള്ളൂ. 1-2 റൺസിൻ്റെ ലീഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഡേ 3 ഇനി വരാൻ കിടക്കുകയാണ്. ഡേ 3 ഫുള്ള് ബാറ്റ് ചെയ്യണം. ഡേ 4 ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെഷനൊക്കെ ബാറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്കോറിലേക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ വിദർഭയ്ക്കെതിരെ നല്ലൊരു പ്രഷർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. 3 വിക്കറ്റ് നഷ്ടമായിട്ട് ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടുമില്ല, കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ലീഡ് എങ്ങനെയെങ്കിലും ഉയർത്തുക, മത്സരം ഒരു സമനിലയിലേക്ക് കൊണ്ടുപോയാൽ പോലും വിജയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരിക്കണം കേരളത്തിൻ്റെ പ്ലാനിങ്. കമ്പയർഡ് ടു വിദർഭ ബോളേഴ്സ്, കേരള ബോളേഴ്സിൻ്റെ പേസ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് പേസ് അത്ര കണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഏതൻ ആപ്പിൾ ടോമിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള പേസ് ബോളേഴ്സിനെ നോക്കിയാൽ 127 ഒക്കെ ആവറേജ് ആണ്. ഏതൻ മാത്രം 135 എടുത്ത് ക്ലിക്ക് ചെയ്ത് ബോൾ ചെയ്യുന്നു. ആൻഡ് ഹീസ് ഓൺലി 19 ഇയേഴ്സ് ഓൾഡ്. അതോടൊപ്പം തന്നെ ഈ അഹമ്മദ് ഇമ്രാൻ്റെ കാര്യം പറയണം. അഹമ്മദ് ഇമ്രാനും വളരെയധികം ഏജ് കുറവുള്ളൊരു താരമാണ്. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വിദർഭ താരങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സഡൻ വിക്കറ്റ് ലോസ് അവർക്കുണ്ടായി. 290 നിന്ന് 297 വരുന്നതിനിടെ 7 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ 3 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. മെയിൻ 3 വിക്കറ്റുകളായിരുന്നു. ആൻഡ് ക്യാപ്റ്റനായിട്ടുള്ള അക്ഷയ് വത്കറിൻ്റെ ആ ഒരു വിക്കറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റായിരുന്നു. അത് ഏതൻ ആപ്പിൾ ടോമാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഡേ 3 എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നമ്മുടെ സർവാത്തേക്കും സച്ചിൻ ബേബിക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയൊരു സ്കോറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. സോ നാളത്തെ ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ന്യൂ ബോളിലേക്ക് വന്നു കഴിയുമ്പോൾ ന്യൂ ബോൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ള അത്ര ഈസി അല്ല ഈ ഒരു പിച്ചിൽ. അതോടൊപ്പം തന്നെ ഹാഷിന് നല്ലൊരു ടേൺ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് സീ എനിവേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായിട്ട് പ്രത്യേകിച്ച് ബൈ ബൈ ഗൈസ്.